ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യയിൽ ഇന്നത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും ഏഷ്യയിൽ ഇന്ന് വീക്കാണ്. മെമ്മറി സ്റ്റോക്കുകൾ അതുപോലെ തന്നെ ചിപ്പ് സ്റ്റോക്കുകളിലൊരു സെൽ ഓഫ് ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഇന്നലെ അമേരിക്കയിലും അത്തരത്തിലുള്ള സിറ്റുവേഷൻ തന്നെയായിരുന്നു. അതേസമയം ഡൗ ജോൺസ് ഇൻഡെക്സ് 262.83 പോയിന്റ് ബെറ്റർ ആയിട്ടും S&P 1.2 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. റസൽ 2000 ഇൻഡെക്സും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം നാസ്ഡാക്ക് സ്ലൈറ്റ്ലി വീക്കാണ്. അതോടൊപ്പം തന്നെ ചിപ്പ് സ്റ്റോക്കുകൾ, മെമ്മറി സ്റ്റോക്കുകൾ ഇന്നലെ അമേരിക്കയിൽ നല്ല രീതിയിൽ താഴെ വന്നിട്ടുണ്ട്. NVIDIA $196.51 പെർ ഷെയറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.76 ട്രില്യൺ ആയിട്ട് താഴെ വന്നിരിക്കുകയാണ്. ആപ്പിൾ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $339.57 പെർ ഷെയറാണ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് $336.91 പെർ ഷെയറിനാണ്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.95 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ആപ്പിള് ലോകത്തിലെ മോസ്റ്റ് വാല്യുബിൾ കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. ടെസ്ല ഇന്നലെ താഴെയാണ്. മൈക്രോസോഫ്റ്റ് അതുപോലെ തന്നെ ആൽഫബറ്റ് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ആമസോൺ, മെറ്റ പ്ലാറ്റ്ഫോം സ്ലൈറ്റ്ലി വീക്കാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റോക്കുകളാണ് ഇന്നലെ മുന്നേറിയിട്ടുള്ള മറ്റ് സ്റ്റോക്കുകൾ. കോണ്ടിനം ബെറ്റർ ആണ്. അതേസമയം IonQ ഇൻകോർപ്പറേഷൻ ഇന്നലെ അറൗണ്ട് 11% ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. DWave ക്വാണ്ടം 21% ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റോക്കുകളിലും ഹാർഡ്വെയർ സ്റ്റോക്കുകളിലൊക്കെ ചെറിയ രീതിയിലുള്ളൊരു മുന്നേറ്റമുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇൻപുട്ട് സാധാരണ രീതിയിൽ വരുന്നത് ഈ ഹാർഡ്വെയറുകളിലേക്കൊക്കെ ചിപ്പുകളും അതുപോലെ തന്നെ മെമ്മറി സർക്യൂട്ടുകളൊക്കെയാണ്. ഈ ചിപ്പുകളുടെയും മെമ്മറി സർക്യൂട്ടുകളിലേക്ക് വില കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹാർഡ്വെയർ മേക്കേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കമ്പനികളെ സംബന്ധിച്ചും അത് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നലെ ഗോൾഡും താഴെ വന്നിരിക്കുകയാണ്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $445 പെർ ഔൺസിനാണ്. സിൽവർ $57.15 പെർ ഔൺസിനാണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിലും താഴെയാണ്. ഇന്ന് $84.64 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ കമ്മോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കാണ്. ഇന്ത്യൻ റുപ്പി ഇന്നലെ $US അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 96.18 പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചൈന ASMLന് ബദലായിട്ട് ഒരു ലിത്തോഗ്രഫി മെഷീൻ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഇത് ASMLനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. ചിപ്പുകൾ ഉണ്ടാക്കുന്ന എക്യുപ്മെൻ്റ് ആണ് ASML പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതുവരെ ലോകത്തിലെ ASML മാത്രമാണ് ഫുൾ ഫ്ലഡ്ജഡ് ചിപ്പ് മേക്കിംഗ് എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനിയുള്ള മോണോപ്പൊളിയാണ് ഓൾമോസ്റ്റ്. ചെറിയ ചെറിയ കമ്പനികൾ, അപ്ലൈഡ് മെറ്റീരിയൽസ് ഇൻകോർപ്പറേഷൻ പോലുള്ള കമ്പനികളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ASML ആണ് മേജർ സപ്ലയർ. അപ്പോൾ ASMLന് കോമ്പറ്റീഷൻ വരികയാണ് ചൈനയിൽ നിന്ന്. ASMLും ഇന്നലെ അറൗണ്ട് 7% താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പല കുത്തകകളും ചൈന കൈയടക്കാൻ പോവുകയാണ്. ഇതുവരെ മോണോപ്പൊളി ആയിരുന്ന പല കമ്പനികളുടെയും മൊണോപ്പൊളി അവസാനിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റേതായ ഡിസ്റപ്ഷനൊക്കെ അതാത് സ്റ്റോക്കുകളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം പുതിയ കമ്പനികൾ, ഇത്തരത്തിൽ പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഇന്നലെ ചൈനയിൽ ഞാൻ ഇന്നലത്തെ മോർണിംഗ് പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ മെമ്മറി സ്റ്റോക്ക്, ചൈനയിലത്തെ മോസ്റ്റ് വാല്യുബിൾ കമ്പനി ഇപ്പോൾ CXMT കോർപ്പ് എന്ന് പറയുന്ന മെമ്മറി സ്റ്റോക്ക് ഉണ്ടാക്കുന്ന മെമ്മറി സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇന്നലെ 520% ബെറ്റർ ആയിട്ടാണ് ഇഷ്യൂ പ്രൈസത്തിനേക്കാളും ക്ലോസ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവ് ന്യൂസാണ്. കാരണം ഈ ഒരു IPO പ്രൈസിങ് തന്നെ നടത്തിയത് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് മെമ്മറി സ്റ്റോക്കുകളുടെ പ്രൈസിങ്ങിനേക്കാൾ 50% താഴെയാണ്. നോമറിയൊക്കെ പറഞ്ഞിരിക്കുന്നത് CXMT കോർപ്പ് വലിയ രീതിയിൽ അടുത്ത വർഷങ്ങളിൽ മുന്നേറുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. അപ്പോൾ താഴെ വരുമ്പോൾ ചൈനീസ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ ചൈനയിൽ ഇന്നലെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള CXMT കോർപ്പ്.
ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ടുകൾ തന്നെയാണ് മേജർ ആയിട്ടുള്ളൊരു ഇവൻറ്റ്. അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഫർദർ താഴെ വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നലെ മാർക്കറ്റിൽ കണ്ടിരുന്നു. ഇന്നും ആണെങ്കിൽ പക്ഷേ ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. കാരണം ചിപ്പുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മെമ്മറി സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്ന കമ്പനികളൊന്നും തന്നെ നമ്മുടെ അവിടെ ഇല്ല. മറിച്ച് ഈ പ്രൊഡക്റ്റുകളുടെയൊക്കെ വില കുറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള പല കമ്പനികളെ സംബന്ധിച്ചും സോഫ്റ്റ്വെയർ സർവീസസ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഇന്നലെ പുറത്തു വന്നിട്ടുള്ള Q1 റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ എയ്റോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് എക്സലന്റ് റിസൾട്ടാണ്. അതുപോലെ തന്നെ RR കേബിൾ, ബാലാജി അമീൻസ്, ഉഷ മാർട്ടിൻ, നോർത്തേൺ ആർക്ക്, PN ഗാഡ്ഗിൽ ജുവല്ലേഴ്സ്, ബാലാജി അമീൻസ്, JK പേപ്പർ, CCL പ്രൊഡക്ട്സ്, ഈ കമ്പനികളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ് Q1 റിസൾട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതാത് റിസൾട്ടുകളുടെ ഇമ്പാക്റ്റ് അതാത് സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള ഇൻഡോ MIM ലിമിറ്റഡ് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഒരു IPO ആയിരുന്നു. 72.37 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അറൗണ്ട് 30 to 40% ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ലോഹിയ കോർപ്പ് 7.2 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരുന്നു. എക്സ്ട്രാനെറ്റ് ടെക്നോളജീസ് 12.24 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരുന്നു. ഒപ്പം ഇന്ന് ഒരു IPO ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു IPO ആണ്. NSE SMEയിലാണ്. പൂജ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ്. 400 ലോട്ട് വരുന്നത്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. അതായത് 800 ഷെയറിന് അപ്ലൈ ചെയ്യണം. പ്രിസിഷൻ എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് ഡിഫൻസ്, അഗ്രി, അതുപോലെ തന്നെ മറ്റു പല സെക്ടേഴ്സിന് സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ്. നല്ലൊരു കമ്പനിയാണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഓൾറെഡി 80-90% ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 100% ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു NSE SME IPO ആണ് പൂജ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. നാളെ മണിപ്പാൽ ഹെൽത്ത് എൻ്റർപ്രൈസസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. 590 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 2 രൂപയാണ് ഫേസ് വാല്യൂ. മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഹോസ്പിറ്റൽ IPO ആണ് മണിപ്പാൽ ഹെൽത്ത് കെയർ എൻ്റർപ്രൈസസ്. ഒപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഗുഡ് ലക്ക് ഇന്ത്യ ഒരു സബ്സിഡിയറി ഉണ്ട്. ഡിഫൻസ് സബ്സിഡിയറിയാണ്. ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. അഡാനി എനർജി സൊല്യൂഷൻസ് QIP പ്ലാൻ ചെയ്യുന്നുണ്ട്. 1698.15 രൂപ പെർ ഷെയറാണ് ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. QIP അലോട്ട്മെൻറ്റ് മിക്കവാറും 5% ഡിസ്കൗണ്ടിലാവാനാണ് ചാൻസസ് കൂടുതൽ. ഈ QIP അഡാനി എനർജി സൊല്യൂഷൻസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ധാരാളം ഓർഡേഴ്സ് ബാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പവർ ട്രാൻസ്മിഷൻ കമ്പനിയും കൂടിയാണ് അഡാനി എനർജി സൊല്യൂഷൻസ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു വീക്ക് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വൊളാറ്റിലിറ്റിയും കണ്ടേക്കാം. ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ ഉണ്ട്. സൗത്ത് കൊറിയൻ മാർക്കറ്റ് കോസ്പി ഇൻഡെക്സ് അറൗണ്ട് 10% താഴെയാണ്. അറൗണ്ട് 5% താഴെയാണ്. നിക്കായ് ജാപ്പനീസ് ഇൻഡെക്സും ചൈനീസ് ഇൻഡെക്സുകളും താഴെയാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഫർദർ താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷത്തിന് ഒരു അയവ് വരുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അതേസമയം ഗ്ലോബലി എല്ലാ മാർക്കറ്റുകളും വലിയ രീതിയിൽ താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.